ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ വിൻറ്റേജ് കോഫീനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവരുടെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഈ Q1 കൊണ്ടുവന്നിരിക്കുന്ന നല്ല അടിപൊളി റിസൾട്ട്, അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ എന്ന് പറയുമ്പം വരുന്ന വർഷം, അതായത് വരുന്ന മാർച്ച് ആകുമ്പോഴത്തേക്ക് അവർ 4500 MTPA, അതായത് 4500 മെട്രിക് ടൺസ് പെർ ആനം, 4500 മെട്രിക് ടൺസ് ഇൻസ്റ്റൻറ്റ് കോഫി ഒരു വർഷം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് അവർ അടുത്ത വർഷം മാർച്ചിലാണ് കൊണ്ടുവരുന്നവർ പറയുന്നത്. ചിലപ്പം എന്താവാം, കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്. കാരണം ചിലപ്പോൾ അവർക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്ത് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആവും. അവർ മുന്നേയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പാക്കേജിങ് ലൈൻ അവർ പറഞ്ഞതിനേക്കാളും നേരത്തെ കൊണ്ടുവന്ന ചരിത്രം അവർക്കുണ്ട്. അപ്പം അത് ആവർത്തിക്കാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. അവർ ആ ഒരു മാർച്ചിലാണ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ മിക്കവാറും അത് കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവരാനാണ് ചാൻസ് കൂടുതൽ. ഇനി ഇന്ന് ഒരു പുതിയ അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ, അവരിനിയും കാപ്പെക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഓൾറെഡി QIP നടത്തിയിട്ടുണ്ട്. 5000 MTPA കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ പ്ലാന്റാണ് അവർ FY27 എൻഡോടുകൂടെ, അതായത് അടുത്ത വർഷമല്ല അതിൻ്റെ അടുത്ത വർഷം മാർച്ച് ആകുമ്പോഴത്തേക്കും അവർ പ്രവർത്തനക്ഷമമാവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്പനി നല്ല രീതിയിലുള്ള ഗ്രോത്താണ് മുന്നോട്ടേക്ക് അവർ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുപടി നേരത്തെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇപ്രാവശ്യം കുറച്ചുകൂടി നേരത്തെ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. 2027 വരെയുള്ള കാര്യങ്ങൾ കമ്പനി നേരത്തെ കൂട്ടി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം മാർച്ച് ആകുമ്പോഴത്തേക്ക് 4500 മെട്രിക് ടൺസ് പെർ ആനം അങ്ങനത്തെ ഒരു പ്ലാന്റാണ് വരുന്നത്. ഇപ്പം നിലവിൽ അവരെടുത്ത് മൊത്തം 6500 MTPയുടെ പ്ലാന്റുകളാണുള്ളത്. 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷനുമായിട്ടാണ് അവരിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പോഴുള്ള കപ്പാസിറ്റി അവർ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ മൊത്തം എത്രയായി, അടുത്ത വർഷം വരാനിരിക്കുന്ന 4500 ഇപ്പം ഓൾറെഡി ഉള്ള 6500. അപ്പോൾ ടോട്ടൽ അടുത്ത വർഷം 11000 മെട്രിക് ടൺസ് പെർ ആനത്തിൻ്റെ പ്രൊഡക്ഷൻ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കോ, അതായത് 2027 ആകുമ്പോഴത്തേക്ക് അവർക്ക് ടോട്ടൽ 16000 MTPയുടെ പ്രൊഡക്ഷൻ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും പ്ലാന്റുകൾ അവർ സെറ്റാക്കി വെക്കും. അവർ പറയുന്ന പോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു ഗ്രോത്ത് കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ ഷെയർ പ്രൈസും അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ ഈ വർഷം അവർ പറയുന്നത് പോലെ 100% കൂടുതലുള്ള ഗ്രോത്ത് അവർക്ക് എത്രത്തോളം കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. പക്ഷേ അത് അവർക്ക് വേണമെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാവുന്നത് തന്നെയുള്ളൂ. കാരണം എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഓൾറെഡി അവർ US മാർക്കറ്റ്സിലോട്ടും യൂറോപ്യൻ മാർക്കറ്റ്സിലോട്ടും കൂടുതലായിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ് അവരുള്ളത്. പിന്നെ അതുപോലെ തന്നെ മാർജിൻ കുറച്ചും കൂടെ കൂട്ടുക, പിന്നെ പ്രീമിയം പ്രോഡക്ട്സ് കൂടുതൽ വയ്ക്കുക, പ്രൊഡക്റ്റ് മിക്സ് ചേഞ്ച് കൊണ്ടുവരിക, അതുപോലെ തന്നെ B2C സെഗ്മെൻറ്റിലോട്ട് കൂടുതലായിട്ട് പോവുക. അപ്പോൾ ഓൾറെഡി അവർ നേവി മുംബൈയിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഒരു B2C സെഗ്മെൻറ്റ്. അതേപോലെ പല സ്ഥലങ്ങളിലും ഇനി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഈ ഒരു കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നത് തന്നെയുള്ളൂ. ഈ വീഡിയോ ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല കേട്ടോ, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.